അവന്റെ വൈഫായിരുന്ന ആ സ്ത്രീക്ക് കണ്ണിച്ചോരയില്ല എന്നുള്ളത് ഇന്നലെ ആ നാട്ടുകാരും ആ വീട്ടുകാരും മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ രജീഷിന്റെ അവസാന അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും പോയപ്പോ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവസാനം നാട്ടുകാരുടെ സമ്മർദ്ദം കൂടിയപ്പോ പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുവന്നാൽ വിടാം എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. നമ്മൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഭാര്യമാരുടെ തോന്നിവാസങ്ങൾക്ക് ഇരയാകേണ്ടി വന്ന ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ട് ജീവിച്ചിരിക്കുന്ന ഉദാഹരണം കുമളിയിലുള്ള രഞ്ജീഷ് എന്ന പേരുള്ള 38 വയസ്സായ ഒരു ചെറുപ്പക്കാരന്റെ അനുഭവം. ഈ ഒരു ചെറുപ്പക്കാരന്റെ വീഡിയോ കണ്ടോ? ഇദ്ദേഹം ഒരു ബസ്സിലെ കണ്ടക്ടറാണ്. കാണുമ്പോൾ തന്നെ ആ പുഞ്ചിരിയിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. പക്ഷെ വലിയൊരു സങ്കടം, ഇന്ന് ഈ മനുഷ്യൻ 38 വയസ്സുള്ള ഈ യുവാവൊന്നും ജീവനോടല്ല. കുമളിയിൽ ഒരു ബസ് കണ്ടക്ടറായിരുന്നു. ഇദ്ദേഹം വിവാഹം കഴിച്ചു. 2 വർഷം കഴിഞ്ഞിടയ്ക്ക് ചെറിയ ഇയാൾക്കൊരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ ഭാര്യ ഗൾഫിൽ പോയി. ഭാര്യ ഗൾഫിൽ പോയപ്പോൾ ഇയാൾക്കും വലിയ പ്രതീക്ഷയായിരുന്നു, കാരണം ഭാര്യയുടെ സ്വപ്നം പോലെ നടക്കട്ടെ. പക്ഷേ ഭാര്യക്ക് അവിടെ പോയിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഒരാളുമായി സൗഹൃദം, പിന്നെ ഇയാളെ വേണ്ടാതായി. അത് ഇയാളെ ലൈഫ് വല്ലാതെ തകർത്തു. പക്ഷെ ആ വേദനക്കിടയിലും ആ ഒരു മോനുണ്ടല്ലോ, പൊന്നുപോലെ വളർത്തി. ആ മോനെ പൊന്നുപോലെ വളർത്തി. അവന്റെ അമ്മയില്ലാത്ത ദുഃഖം അവനെ അറിയിപ്പിച്ചതേ ഇല്ല. മോനെ വളർത്തുമ്പോഴും ഇയാളുടെ ദുഃഖം, തന്റെ ഭാര്യ നഷ്ടപ്പെട്ട ദുഃഖവും കേസും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ആ മകനെ അതൊന്നും അറിയിക്കാതെ വളർത്തി. കാരണം അവന്റെ അമ്മയും അച്ഛനൊക്കെ ഇയാളാണ്. ഇയാൾ ബസ്സിൽ കണ്ടക്ടറായിട്ട് പോകുമ്പോൾ ആ ബസ്സിൽ കയറുന്ന ആളുകൾ പറയും, ഇയാൾ കണ്ടക്ടറാണെങ്കിൽ മുഖത്തൊരു സന്തോഷമാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. വിദ്യാർത്ഥികളോടാണെങ്കിലും യാത്രക്കാരോടാണ് ഇത്രയും സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന ഒരാളില്ല. പക്ഷേ ഇയാളുടെ മനസ്സിൽ വലിയൊരു ആഘാതമായൊരു സംഭവം, ഭാര്യ കോടതിയിൽ കേസ് കൊടുത്തു, ആ മോനെ വിട്ടുകിട്ടണം. അങ്ങനെ കോടതി ഉത്തരവ് ഈ മോനെ വിട്ടുകൊടുക്കാനായിരുന്നു. പൊന്നുപോലെ നോക്കിണ്ടാക്കിയ മകനടക്കം നഷ്ടപ്പെട്ടൊരു വേദന ഇയാളെ വല്ലാതെ തളർത്തി. ഒരു നിമിഷം അയാൾക്ക് തോന്നി, ഈ ഭൂമിയിൽ താൻ വല്ലാത്തൊരു ഭാരമാണ്. താൻ സ്നേഹിച്ച തൻ്റെ മകൻ നഷ്ടപ്പെട്ടു. ശരിയാണ്, പ്രസവിച്ചത് ഭാര്യയാണ്, അമ്മയാണ്. പക്ഷേ ആ അമ്മക്ക് തൻ്റെ ഈ കുഞ്ഞിനെയോ ഭർത്താവിനെയോ വേണ്ടാതെ സ്വന്തം സുഖം മാത്രം നോക്കി നടന്ന് ഒടുവിൽ ആ മകനെ വളർത്തിണ്ടാക്കിയിട്ട് നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ആ മകനെ വിട്ടുകൊടുക്കേണ്ടി വന്നപ്പോൾ ഇയാളുടെ നെഞ്ചകം തകർന്നിട്ടുണ്ടാവും. ആ മനുഷ്യനെടുത്തൊരു തീരുമാനം ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകാനായിരുന്നു ആ ഒരു വിധി. ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ തന്നെ പറയുന്ന ഈ വാക്കുകളൊന്ന് കേട്ടു നോക്ക്. രഞ്ജീഷിന്റെ വൈഫായിരുന്ന ആ സ്ത്രീയെ പിടിച്ചൊന്ന് ചോദ്യം ചെയ്താല് കൃത്യമായിട്ട് ഖത്തറിലുള്ള ആ രഞ്ജീഷിന്റെ വൈഫിന്റെ സുഹൃത്താരാണ്, എന്താണ് രഞ്ജീഷിന് അയച്ച മെസ്സേജ് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. രഞ്ജീഷിന്റെ കുട്ടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതൊരു മൂല കാരണമാണെങ്കിലും അതിനു പുറമെ ഈ പറയുന്ന രഞ്ജീഷിന്റെ വൈഫായിരുന്ന ആ പെൺകുട്ടിയുടെ കാമുകൻ രഞ്ജീഷിന്റെ അമ്മയുടെ ഫോണിലേക്കോ രഞ്ജീഷിന്റെ ഫോണിലേക്കോ 1-2 വീഡിയോസോ ഫോട്ടോസോ അയച്ചിട്ടുണ്ടായിരുന്നു, വൺ ടൈം ആയിട്ട്. അത് കണ്ടതിന് ശേഷം ആത്മാഭിമാനം ഭയന്ന് രഞ്ജീഷ് വീട്ടിന്റെ പുറത്തിറങ്ങാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. ഒരിക്കലും കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. അവർ ഖത്തറിൽ ഒരുമിച്ച് താമസം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഒഫീഷ്യലായിട്ട് അവർ വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഞ്ജീഷിനെ സഹായിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ്. ദയവ് ചെയ്ത് മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഈ വിഷയം ഏറ്റെടുക്കണം. ഇതിനകത്തുള്ള സത്യം എന്താണെന്ന് തെളിയണം. അവന്റെ വൈഫായിരുന്ന ആ സ്ത്രീക്ക് കണ്ണിച്ചോരയില്ല എന്നുള്ളത് ഇന്നലെ ആ നാട്ടുകാരും ആ വീട്ടുകാരും മനസ്സിലാക്കിയാണ്. എന്തുകൊണ്ട് വെച്ചാൽ രജീഷിന്റെ അവസാന അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി ആ മകനെ വിട്ടുകിട്ടാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരും പോയപ്പോ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ്. അവസാനം നാട്ടുകാരുടെ സമ്മർദ്ദം കൂടിയപ്പോ പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുവന്നാൽ വിടാം എന്ന് പറഞ്ഞു. പഞ്ചായത്തിന് എഴുത്ത് കൊണ്ടുപോയപ്പോഴും വിട്ടില്ല. അവസാനം ആ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബ കോടതി പോകേണ്ടി വന്നു. കുടുംബ കോടതിയിൽ നിന്ന് 5 മണിക്കൂർ ആ കുട്ടിയെ വിട്ടുകിട്ടാനുള്ള ഓർഡർ കിട്ടിയതിനു ശേഷമാണ് അവർ ആ കുട്ടിയെ വിട്ടുകൊടുക്കുന്നത്. സ്വന്തം അച്ഛന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു മകന്റെ അവകാശത്തെയാണ് അവർ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത്. ഒരു വിഷയത്തിലും ഒരു ഫോളോ അപ്പ് ഇവിടെ ചെയ്യാറില്ല, അങ്ങനെ ശീലമില്ല. പക്ഷെ ധാർമ്മികമായിട്ട് ഈ ഒരു വിഷയത്തിൽ ചെയ്യണം എന്ന് തോന്നിക്കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ഇങ്ങനെ കുറെ അനുഭവങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിപ്പോ ഒരു റിയൽ സംഭവമാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാൻ സമാനമായ മറ്റൊരു സംഭവം ഞാൻ വേറെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഓരോ ആ വീഡിയോ കടിയിലും പലരും കമന്റ് ഇട്ടിരുന്നു, ഇത് ഇതേപോലെ അനുഭവം എന്റെ കുടുംബത്തിൽ ഉണ്ടായി. ഇങ്ങനെ പലരുടെ ജീവിതങ്ങളിലും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, ജന്മം കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഒരാളും മാതാവാവില്ല. അതിനെ പോറ്റി വളർത്തുന്ന ഒരാൾ കൂടി ആ സ്ഥാനത്തിന് അർഹനാണ്. അതൊരു പക്ഷേ അതിൻ്റെ അച്ഛനാവാം, വാപ്പയാവാം, അല്ലെങ്കിൽ വല്യമ്മയാവാം. ഇതങ്ങോട്ട് ജന്മം കൊടുത്തു പിന്നെ കാണുന്ന ഒരാളുമായി ഓർക്കും അവരുടേതായ ന്യായം ഉണ്ടായിരിക്കും. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ചെറിയൊരു ചരിത്രം കൂടി പറയാനുണ്ട്. ഒരു പക്ഷെ നിങ്ങൾ ഈ ചരിത്രം കേട്ടവരാണ് എന്നുണ്ടെങ്കിൽ അവരൊന്ന് പങ്കുവെക്കണം. അതല്ല ഈ ചരിത്രങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്നും കൂടി ഒന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതായത് മദീനയിൽ ഒരു ബാലൻ ജനിച്ചു. ഇബ്നു സയ്യാദ് എന്നാണ് ഈ കുട്ടിയുടെ പേര്, സ്വാഫി ഇബ്നു സയ്യാദ്. ഈ കുഞ്ഞൊരു അത്ഭുത ബാലനായിരുന്നു. കാരണം ഈ കുഞ്ഞിന്റെ കണ്ണുകൾക്കൊരു തീഷ്ണത ഉണ്ട്. മുഖത്ത് എന്തോ മറ്റു കുട്ടികൾക്കില്ലാത്ത വല്ലാത്തൊരു ഭാവം. വളർന്നു വരുമ്പോൾ തന്നെ കാണാത്ത കാര്യങ്ങൾ പറയാ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുക, മറ്റുള്ളവർ എവിടെയോ കിലോമീറ്ററുകൾ അപ്പുറത്ത് സംസാരിച്ച കാര്യങ്ങൾ ഇവന് ഇവിടെ ഇരുന്ന് കേൾക്കുക, ഭാവി പ്രവചിക്കുക. എല്ലാവരും ഇവനെ ഭയത്തോടു കൂടി കണ്ടു.
അങ്ങനെ ഈ കുട്ടി വളർന്നു. അങ്ങനെ ഇവൻ ഈ ലോകത്തിന് നാശത്തിന് കാരണക്കാരനാകുന്ന എന്തോ ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരാളായിരിക്കും ഈ കുഞ്ഞെന്ന് കരുതിയിട്ട് മറ്റു കുട്ടികൾ ആരും ഇവൻ്റെ കൂടെ കളിക്കാൻ വന്നില്ല. ഇവൻ്റെ ഉമ്മ ഇവനെ പൊന്നുപോലെ വളർത്തുന്നുണ്ട്. പക്ഷെ അവൻ്റെ സ്വഭാവത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഈ കുഞ്ഞിന് 13 വയസ്സുള്ള സമയത്താണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ വരുന്നത്. മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ എല്ലാവരും നബിയോട് പറഞ്ഞു, അങ്ങ് ഗ്രാമത്തിലൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിന് അത്ഭുതകരമായിട്ട് എന്തൊക്കെ സിദ്ധിയുണ്ട്, ആളുകൾ അവനെ കാണുമ്പോൾ ഭയന്നോടുന്നുണ്ട്, അങ്ങൊന്ന് വന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഹബീബായ നബി ഇവനെ കാണാൻ വന്നിട്ട് ഇവനോട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ ആ കുട്ടി നബിയുടെ മുഖത്തോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ നിരക്ഷരരായ ആളുകൾക്കുള്ള പ്രവാചകനാണ്. അപ്പോഴും അവൻ വിശ്വസിക്കണില്ല, മറ്റുള്ളവർക്കുള്ള പ്രവാചകനാണ്. എന്താ ചെക്കൻ തിരിച്ചു വയ്ക്കാണ്, ഞാൻ പ്രവാചകനാണ് എന്നുള്ള നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചങ്ങോട്ട് ഹബീബ നബി പറഞ്ഞു, ആമൻതു ബില്ലാഹി ബി റസൂലിഹി, എനിക്ക് അള്ളാഹുവിനെയും അള്ളാഹു റസൂലിനെയും കൃത്യമായിട്ട് അറിയാം, ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ചെറുക്കൻ പറഞ്ഞു, എനിക്കിതാ ഈ ഒരു ആകാശത്ത് ഭൂമിയിൽ തൊടാത്ത രീതിയിൽ വളരെ വലിയൊരു സിംഹാസനം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹബീബ നബി പറഞ്ഞു, അത് ഇബ്ലീസിന്റെ സിംഹാസനമാണ്. ഇബ്നു സിയാദോട് നബി ചോദിച്ചു, എങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഒരു കാര്യം സംസാരിച്ചിരുന്നു, അതെന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ ഉമർ റളിയല്ലാഹു ഉണ്ട്. ഉമർ റളിയല്ലാഹുവിനോട് സംസാരിച്ചത് സൂറത്ത് ദുഹാനിലെ ഒരു ആയത്തിറങ്ങിയ കാര്യമാണ് സംസാരിച്ചിരുന്നത്. ഇതറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചെറുക്കൻ പറയണ ദുഹ് എന്ന് പറഞ്ഞിട്ട് ദുഹാൻ സൂറത്തിന്റെ ദുഹ് നീ ചെക്കൻ പറയാൻ തുടങ്ങി. ഹബീബ നബി പറഞ്ഞു, നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന രീതിയിൽ നബി അവിടുന്ന് പോയി. ഉടൻ തന്നെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഹബീബ നബിയെ ഞാൻ അവനെ കൊന്നു കളയട്ടെ, അവൻ ദജ്ജാലാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞു. ഹബീബ നബിയുടെ മറുപടി, അവൻ ദജ്ജാലാണെങ്കിൽ ഉമറെ നിനക്ക് അവനൊന്നും ചെയ്യാൻ കഴിയില്ല, അതല്ല ദജ്ജാലല്ലെങ്കിൽ അവൻ്റെ പാട്ടിന് വിട്ടേക്കൂ, എന്തിനാ അവനെ കൊന്നു കളയുന്നത്? അപ്പോൾ അത് ദജ്ജാലാണ് എന്നൊരു വിശ്വാസം മദീനയിലെ മുസ്ലിങ്ങൾക്കുണ്ടായി. ദജ്ജാൽ വളർന്നു വരികയാണ്, ആരും അവനുമായിട്ട് കൂട്ടുകൂടുന്നില്ല, ആരും അവനുമായിട്ട് സംസാരിക്കുന്നില്ല, അവനങ്ങനെ ഭാവിയിലെ ദജ്ജാൽ. എല്ലാവരും അങ്ങനെയാണ് ഇവനെ കണ്ടു തുടങ്ങിയത്. ഒരിക്കലും ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഇവനുമായിട്ട് എന്തോ വഴക്കിട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ കരഞ്ഞോണ്ട് പറഞ്ഞു, പൊന്നു മോനെ നീ എന്തിനാടാ അവനോട് വഴക്കിട്ടത്? ഹബീബ നബി നീ പറയുന്നത് കേട്ടിട്ടില്ലേ, ദജ്ജാലിന്റെ തനി സ്വരൂപം പുറത്തു വരിക, അവൻ എപ്പോഴാണോ ദേഷ്യം പിടിക്കുന്നത് അപ്പോഴായിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും മാറ്റി നിർത്തി. ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷം ഇവൻ പിന്നീട് മുസ്ലിമായത്രേ. ആര്? ഈ ദജ്ജാല് മുസ്ലിമായി. ദജ്ജാൽ പറഞ്ഞാൽ ഇബ്നു സയ്യാദ്, ഇവനെ എല്ലാവരും കരുതിയും ദജ്ജാലാണെന്നാണ്. പക്ഷെ ചുരുക്കം ചില സ്വഹാബികളൊന്നും ഇവൻ ദജ്ജാലൊന്നുമല്ല, പക്ഷെ വേറെ എന്തൊക്കെ സംതിങ് റോങ്, ഇവൻക്ക് എന്തൊക്കെയോ ചില കഴിവുകളുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പങ്കുവച്ച അനുഭവത്തിലുണ്ട്. എല്ലാവരും കൂടി ഹജ്ജിന് പോവാണ്. ആ ഹജ്ജിന് പോണ കൂട്ടത്തിൽ ആരുണ്ട്? ഈ ഒരു ഇബ്നു സിയാദ് എന്ന സാഫി ഇബ്നു സിയാദ് എന്ന ദജ്ജാൽ എന്ന ആളുകൾ ഭയപ്പെട്ടിരുന്ന ഇയാളുണ്ട്. അങ്ങനെ ഹജ്ജിനൊക്കെ പോയിട്ട് ഇവരൊരു വിശ്രമിക്കാൻ വേണ്ടി ഒരു മൈതാനത്ത് ഒരു മരുഭൂമിയിൽ ഒരു ഭാഗത്തിരുന്ന് നമ്മുടെ ചെറു ചെറു മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇബ്നു സിയാദ് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അബൂ സഈദ് അൽ ഖുദ്രി മാത്രമായി. അപ്പം അദ്ദേഹത്തിന് പേടിയുണ്ട് അദ്ദേഹത്തിനോട് പോയി സംസാരിക്കാൻ. കാരണം എല്ലാവർക്കും ഇദ്ദേഹത്തോട് സംസാരിക്കാൻ പേടിയാണ്, ഭാവിയിലെ ദജ്ജാലാണല്ലോ. കുറച്ച് പാല്, നല്ല ചൂടുള്ള പാല് ഈ ഒരു ഇബ്നു സിയാദ് എന്ന ദജ്ജാൽ എന്ന് വിശ്വസിക്കപ്പെടുന്നയാള് ഈ സ്വഹാബിക്ക് കൊടുത്തു. സ്വഹാബിക്ക് ഇത് കണ്ടേക്ക് പേടിയായി. സ്വഹാബി തോന്നി ഇദ്ദേഹം തരുന്ന സാധനം കുടിച്ചാലും വല്ല അപകടം പറ്റുമെന്ന് കരുതിയിട്ട്, നല്ല ചൂടുള്ള പാലാണ്, ലക്ഷറി ഫുഡാണ്, അക്കാലത്തെ ഭയങ്കരമായ ഫുഡാണ് നല്ല പാലിട്ടുക എന്നുള്ളത്. എന്നിട്ട് പോലും ഈ സ്വഹാബി ആ പാല് കുടിച്ചില്ല, പേടിച്ചിട്ടാണ്. അപ്പൊ ഇയാൾ ചോദിച്ച്, അനക്ക് ഞാൻ ദജ്ജാലാണെന്നൊരു വിശ്വാസം ഉണ്ടല്ലേ? അതോടുകൂടി സ്വഹാബി കുടുങ്ങി, ഇയാളെ മനസ്സിലുള്ളത് പറയല്ലേ. എന്നിട്ട് ഈ ദജ്ജാല് പറയാണ്, ഈ ഒരു സാഫി എന്നുള്ള ഇബ്നു സിയാദ് പറയാണ്, നീ ദജ്ജാലാണെന്ന് എന്നെ വിശ്വസിക്കാനേ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ്. ഒരു കയറ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ മരത്തിൽ കെട്ടിത്തൂങ്ങി ചത്തേരെ. ഞാൻ ഒരിക്കലും ദജ്ജാലല്ല. ഹബീബായ നബി ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞ അടയാളങ്ങൾ എന്താണ്? അദ്ദേഹം മുസ്ലിമല്ല എന്നല്ലേ? ഞാൻ മുസ്ലിമല്ലേ? അദ്ദേഹം മക്കയിലും മദീനയിലേക്കും വരാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? ഞാൻ മദീനയിൽ നിന്ന് മക്കക്കല്ലേ പോണത്? പിന്നെ ദജ്ജാലിന് മക്കളില്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് മക്കളുണ്ട്, എന്റെ മക്കളെ ഞാൻ മദീനയിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ദജ്ജാൽ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ പാവം സ്വഹാബിക്ക് തോന്നി, പാവല്ലേ ഇയാളെല്ലാവരും കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തി സംശയിച്ചു. അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട്, ദജ്ജാൽ ആരാണെന്നും അവൻ എപ്പോ വരുമെന്നും എവിടെയാണെന്നുമുള്ള സത്യം എനിക്ക് മാത്രമേ അറിയൂ. അതോടുകൂടി അബൂ സുലൈമാന് പേടിയായി. ലഅനത്തുള്ള അവന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവനോട് ഓടിച്ച്. പിന്നീട് സ്വഹാബികൾക്ക് മുഴുവനും ഇവനെ ഭയമാണ്, ഇവനായിരിക്കും ദജ്ജാൽ. ഉമർ റളിയല്ലാഹുവിനൊക്കെ കരുതിയിരുന്ന ഇവൻ ദജ്ജാലാണ് എന്നാണ്, ആരുമായിട്ട് സംസാരിക്കൂല. ഒരു ദിവസം ഇവനങ്ങോട്ട് കാണാതായി. അവിടുന്ന് അങ്ങോട്ട് ഈ മനുഷ്യനെ ആരും കണ്ടിട്ടില്ല.
ഇപ്പം ഈ മനുഷ്യൻ എവിടെയാണ്? ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയണത് ഇവൻ അങ്ങനെ ഉറങ്ങിക്കിടക്കാണ്, വെള്ളിയാഴ്ച വരെ ഇങ്ങനെ ഉറങ്ങും, ഇവനൊരു ചങ്ങലക്കിട്ട് ബന്ധിച്ചിക്കാണത്രേ ജിന്നുകൾ. ആ ചങ്ങല എങ്ങനെ നക്കിയിട്ട് ആ ചങ്ങല എങ്ങനെ നേർത്ത് വരും. വെള്ളിയാഴ്ചയാകുമ്പോൾ ആ ചങ്ങല ഇവനക്ക് പൊട്ടിക്കാം. പക്ഷെ അന്ന് വെള്ളിയാഴ്ച കൊത്തുപോകുന്ന സമയത്ത് ഇവൻ ശരിക്കും കിടന്നുറങ്ങും. അതോടുകൂടി ഇവനക്കിത് പൊട്ടിക്കാൻ പറ്റൂല. ഉണർന്നു കഴിഞ്ഞാൽ ഈ ചങ്ങല പഴയതുപോലെ കനമുള്ളൊരു ചങ്ങലയായിട്ട് മാറിയണം. ഇവൻ എന്നും ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. ഒരു വെള്ളിയാഴ്ചയായിരിക്കും ലോകം അവസാനിക്കുക. അന്നാണ് ഈ ദജ്ജാല് വരിക എന്ന് ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഇവനായിരിക്കാം, അറിയില്ല. എന്തായാലും ഈ ദജ്ജാൽ എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ഇബ്നു സിയാദിന്റെ മകൻ വളരെ വലിയൊരു പണ്ഡിതനായിട്ട് മാറിയിരുന്നു. ആ മകൻ ആരാണെന്നറിയോ? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലെ ഗുരുനാഥനാണ്. പക്ഷേ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചത് ഇത് ദജ്ജാലാണെന്നാണ്. പിൽക്കാല പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ദജ്ജാലൊന്നുമല്ല. പക്ഷെ അയാൾക്ക് എന്തൊക്കെയോ ചില അനുഭവങ്ങളുള്ള പ്രത്യേകതകളുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ കാണാതായി, അദ്ദേഹത്തിന് എന്താ പറ്റിയെന്നൊന്നും അറിയില്ല. പക്ഷെ അയാളല്ല അവസാന നാളിൽ വരുന്ന ദജ്ജാൽ, ഒരിക്കലും അയാളല്ല എന്നുള്ളതാണ് ഈ ഹദീസുകൾ. ഞാനീ പറഞ്ഞ സംഭവങ്ങളൊക്കെ സഹീഹായ ഹദീസുകളിലുള്ള സംഭവം കേട്ടോ. അപ്പൊ ചിലർ കരുതും ഇതൊക്കെ കള്ളക്കഥകളാണ്, മായാവി കഥകൾ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഇതൊക്കെ ഹദീസുകളിലുള്ള ഗ്രന്ഥങ്ങളിലുള്ള കഥകളാണ്. ഇങ്ങനെ ഒരാൾ മദീനയിൽ ഉണ്ടായിരുന്നു, ഹബീബായ നബി കണ്ടിരുന്നു. അയാളെ ദജ്ജാൽ എന്നൊരു കൂട്ടം സ്വഹാബികൾ ഭയന്നിരുന്നു, ഒരു കൂട്ടം ആളുകൾ അല്ലെന്നും കരുതിയിരുന്നു. പിൽക്കാല പണ്ഡിതന്മാർ നല്ലൊരു ഭാഗം പറയുന്നത് അയാളായിരിക്കില്ല ദജ്ജാൽ, ദജ്ജാൽ വേറൊരു തന്നെ എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചരിത്രം മുമ്പ് കേട്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ ഒരു ചോദ്യം, ഈ ആള് ഭാവിയിലെ ദജ്ജാലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഉത്തരവാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.